സംസ്ഥാനത്തുടനീളം UDF സഖ്യകക്ഷികൾക്ക് കൊടുത്തിരുന്ന സീറ്റുകൾ, അതിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സീറ്റായിരുന്നു. അത് ഇപ്പോൾ കോൺഗ്രസ് മുഹമ്മദ് ഷിയാസിന് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ നിയമസഭാ സീറ്റും. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത ഏക അസംബ്ലി സെഗ്മെന്റ് ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ കെ മുരളീധരൻ്റെ ലീഡ് അത് വലിയ രീതിയിൽ ആശ്വാസമാണ് UDF നേതാക്കൾക്ക് ഉണ്ടാക്കിയെടുത്തത്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ശക്തമായി ഉള്ള മേഖല കൂടിയാണ് ഗുരുവായൂർ. അവിടെ കഴിഞ്ഞ നിരവധി തവണയായി CPIM നേതാക്കൾ ജയിച്ചു പോകുന്നു, അബ്ദുൽ ഖാദർ അടക്കമുള്ളവർ. എന്തുകൊണ്ടാണ്? അവിടെ മുസ്ലിം ലീഗ് സ്ഥിരമായി മത്സരിക്കുന്ന സീറ്റ് വെച്ച് മാറാൻ, അതായത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചു വാങ്ങി പകരം മറ്റൊരു സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കിലേക്കാണ് ഇപ്പോൾ വരുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലം, അവിടെ CPI ആണ് ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. ആ സീറ്റ് ലീഗിന് കൊടുത്ത് പകരം ടാലി ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ നൽകുന്നതിനോടൊപ്പം അവർക്ക് അഡീഷണലായി 3 സീറ്റുകൾ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം മറ്റ് സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനർവിചിന്തനം ഉൾപ്പെടെ നടത്തുകയാണ്. പ്രത്യേകിച്ചും അതിലെടുത്തു പറയേണ്ടത് RSPയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. RSPക്ക് പതിവ് പോലെ 5 സീറ്റുകൾ കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ടോ എന്ന വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കാരണം RSP കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരു സീറ്റിൽ പോലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. RSPയുടെ പരമ്പരാഗത ശക്തിദുർഗമായിട്ടുള്ള ചവറയിൽ പോലും അവിടെ ഇടതുപക്ഷമാണ് ജയിച്ചത്. അവിടെ RSPക്ക് ജയിക്കാൻ കഴിയാത്തതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് ഘടകകക്ഷികളുടെ കാര്യവും. കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഒക്കെ ഒന്നായി ലയിക്കണം എന്ന ആവശ്യം UDF നേതൃത്വത്തിനകത്ത് ഉണ്ട്. കാരണം മന്ത്രിസഭയിലേക്ക് UDF നേതൃത്വം ജയിച്ചു വരുമ്പോൾ ഓരോ MLAമാരുള്ള പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിലെ അസ്വാഭാവികതയും അതൃപ്തിയുമെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഓരോ MLAമാർ ഉണ്ടായിരുന്ന UDFിലെ ഘടകകക്ഷികൾക്ക് വരെ മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു. ഗണേഷ് കുമാറിനും അതുപോലെ അനൂപ് ജേക്കബിനും ഒക്കെ ഇത്തരത്തിലാണ് മന്ത്രിസ്ഥാനം കിട്ടിയത്. അന്ന് ഷിബു ബേബി ജോൺ RSPയുടെ ബോൾഷെവിക് വിഭാഗമായിരുന്നു. RSPയുമായി ഔദ്യോഗിക ലയനം ഇല്ലാതെ പിളർന്നു നിൽക്കുന്ന പാർട്ടിയായിരുന്നു. എന്നിട്ടും ചവറയിൽ നിന്നും അന്ന് NK പ്രേമചന്ദ്രനെ 6061 വോട്ടുകൾക്ക് പരാജയപ്പെടുത്ത ഷിബു ബേബി ജോണിന് തൊഴിൽ വകുപ്പാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നൽകിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു MLAമാർ മാത്രമുള്ള പാർട്ടികളുടെ പ്രസക്തി വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്.